ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് തൊട്ടടുത്താണ് ഓളിനെല്ലാം കൂടി എനാബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് അവൽ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പായസമാണ്. അതിനായി ആദ്യം ഞാൻ 1/2 ലിറ്റർ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ശരിക്കും നമുക്ക് 1 ലിറ്റർ പാൽ വേണം. ഞാനിപ്പോൾ അത് ആദ്യം 1/2 ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അടുത്ത 1/2 ലിറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകിയ റേസിൻസ് കിസ്മിസാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വറുത്ത് പോരാം. അതിനുശേഷം നട്ട്സും കൂടി വറുത്ത് പോരാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ വറുക്കാം. ഇട്ട് കോരിയെടുക്കാം. അതും കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അവിലാണ്. അവൽ നന്നായിട്ടൊന്ന് വറന്ന് വരട്ടെ. നിങ്ങൾക്ക് കുറച്ചുകൂടി നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. നല്ല ബ്രൗൺ കളറായി വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് പുന്നല്ലിൻ്റെ അവലാണ്. അതിന് ഇത്തിരി കട്ടി ഉണ്ടാവുമല്ലോ. വെളുത്ത അവലാവുമ്പോൾ ഭയങ്കര തിന്നായിരിക്കും, ഭയങ്കര നേരിതായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് നല്ലത്. അത് വെച്ചും ഉണ്ടാക്കാൻ പറ്റും. എന്നാലും ഇത് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പായസം കാണുമ്പോൾ നമുക്കൊരു അടപ്പായസം പോലെ തോന്നും. പിന്നെ അത് പെട്ടെന്ന് അലിഞ്ഞു പോവുമല്ലോ, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. പാലെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ. അതിലേക്ക് നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ ഈ അവലിലൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ നന്നായിട്ട്. ആ സമയം നമുക്ക് അടുത്ത 1/2 ലിറ്റർ പാലും കൂടി തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തിളപ്പിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് തിളപ്പിക്കുന്നത്. ഇനി അതും വറ്റി വന്നപ്പോൾ, ആ പായസം ഒന്ന് വറ്റി വന്നപ്പോൾ നമ്മൾ ആ 1/2 ലിറ്ററും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇപ്പോൾ ബാക്കി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊന്ന് കളറൊക്കെ വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും കാണുവാണെങ്കിൽ ഒരു അടപ്പായസം പോലെയൊക്കെ തന്നെയുണ്ട്. ഈ പാലും ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ ഓഫ് ചെയ്യണേ. നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായൻ്റെ പൊടിയാണ്. 2 ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് നട്ട്സും റേസിൻസും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുത്തത്. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണിത്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.